ഞാൻ ഇങ്ങനെ എൻ്റെ ഞാനിങ്ങനെ തിയേറ്ററിൽ, വലിയ തിയേറ്ററാ, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ കൈയടിക്കുന്ന, ഇതൊക്കെ എനിക്ക് പ്രോപ്പർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അവിടെ ഒരു ഉദയഭാനുമായിരുന്നു ബേസിക്കലി. സലീം കുമാറും ആയിരുന്നു, അതായത് എടാ സത്യം സ്പീച്ച് കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്താ അറിയുമോ, എടാ യു ഷുഡ് വിൻ, നിങ്ങൾ ജയിക്കണം. എനിക്ക് ഞാൻ മറ്റേ ജേഴ്സി മൊമെന്റ് ആയിരുന്നു. അവിടെ ഓൾറെഡി ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോലും കൂടുതൽ പേരിലേക്ക് സ്വീകാര്യത കിട്ടണം എന്ന് വിചാരിക്കുമ്പോൾ വരുന്ന സിനിമകൾ എടുക്കുകയാണ് ചെയ്യുക. അതെ, പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം വെങ്കിക്ക് കുറെ സിനിമകൾ വന്നിട്ടും അതിൽ ഭയങ്കര സെലക്റ്റീവായി. എടാ എന്നെ അജുചേട്ടൻ വിളിച്ചിരുന്നു, അജു വർഗീസ്. അജുചേട്ടൻ വിളിച്ചിട്ട് എടാ അടിപൊളിയായിരുന്നടാ, ഇതൊരു ഐക്കോണിക് സ്പീച്ച് ആയിട്ട് നിൽക്കൂടാ, ഇത് കാരണം നിനക്ക് പല ഓഫേഴ്സും വരും, പല കാര്യങ്ങളും വരും. വിനീതേട്ടൻ സ്റ്റോറി ഇട്ടു, ജോമോൻ ചേട്ടനൊക്കെ തങ്കമാണ്. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സീനില്, എടാ ഉച്ചിരി പൊടിക്ക് ഒരു സ്റ്റെപ്പ് എടുത്തതില്ല, തിയേറ്റർ മൊത്തം ഞാൻ നിന്നെ നിറച്ചു തരാം. ഇതൊക്കെ കിട്ടിയ ഫുൾ, ഇത് ബോണസ് ആടാ, ഇത് കിട്ടിയ ബോണസ്. ഇതിന് മുന്നേ ഇപ്പൊ ഞാൻ ചെയ്യുമ്പോ കരവാനി പോവും, മേക്കപ്പ് ചെയ്യും, തിരിച്ച് പുറത്തിറങ്ങും, നമ്മളവിടെ എവിടെയെങ്കിലും ഒക്കെ കറങ്ങിയിരിക്കും. അപ്പം ഇവിടത്തെ സെറ്റില് ഞാൻ പോയപ്പോഴത്തേക്കും പേര് വെങ്കടേഷ് ഗാരു. പയ്യന്മാര് അമ്മയും പോയപ്പോ ഞാൻ അവന്മാരുടെ അടുത്ത് പറഞ്ഞ, അളിയ ഒരു സീറ്റ് മാറ്റി വെച്ചേക്ക്, ഞാൻ പൈസ തരാം, അളിയ ഒരു സീറ്റ് എനിക്ക് പ്രത്യേകം അമ്മയുടെ അടുത്ത് മാറ്റി വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. കാരണം അത് എന്റെ തോന്നല, അത് എന്റെ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇനി എന്ത് പരാജയം വന്നാലും എനിക്ക് വിഷയമല്ല. കാരണം ഞാനിപ്പോ ഹാപ്പിയാണ്, അമ്മയുണ്ട്, അടിപൊളിയായിട്ട് നോക്കിക്കൊണ്ട് പോകുന്നു. അതാണ് എന്റെ കോൺഫിഡൻസ്. ഒരു മനുഷ്യന് കോൺഫിഡൻസ് ആണ് ഏറ്റവും ആവശ്യം. അവനിനി വണ്ണമുണ്ടോ, അവനിനി എന്തുണ്ടോ, അത് മറ്റുള്ളവരുടെ കണ്ണിലാണ്. നമ്മുടെ കണ്ണില് നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഒരുത്തനും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളാണ് ബെസ്റ്റ്. അത്രേ ആണ്ടവൻ സിനിമ സ്വപ്നം കാണുന്ന എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കുണ്ടൊരു വെള്ളിയാഴ്ച എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു വെള്ളിയാഴ്ച വരുന്ന സമയത്ത് മലയാളത്തിലല്ല, അങ്ങ് തെലുങ്കിൽ പോയിട്ട് കൈയടി വാങ്ങാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? ബട്ട് ഹി ക്യാൻ, ആൻഡ് ഹിസ് നെയിം ഈസ് വെങ്കിടേഷ്. വെങ്കി എന്ന് കൂപ്പിടുക. ഇത് എന്നെ സീൻ ബ്രോ അങ്ങനെ ചോദിച്ചു കൊടുക്കട്ടെ. കാരണം നോർമലി ഇങ്ങനെ ഇടയ്ക്ക് നായികനെ കണ്ടുപോയ ആളാണ്. ഇടയ്ക്ക് വന്ന് ആങ്കറായിട്ട് പൊങ്ങും, പിന്നെ നോക്കുമ്പോൾ ട്രിവാൻഡ്രത്ത് സുഡുസുഡ കാണും, കുറച്ചാളൊരു സൈലന്റ്, പിന്നെ ഒരു ഗ്രാഫ് കയറലാണ്. അപ്പം മൊത്തം പോയി അവിടെ സിനിമ ഇറങ്ങി കഴിഞ്ഞു, സിനിമയിൽ വേഷം ചെയ്ത് കഴിഞ്ഞ് കൈഡി വന്ന് കേട്ടിട്ടുണ്ട്. ഒരു പ്രീ ഇവന്റിൽ വന്ന് വിജയ് ദേവരോട് മനുതിരിക്കുന്ന ഒരു വേദിയിൽ വന്ന് ഹീറോയിസം കാണിക്കുന്ന പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ല അല്ലേ? അത് ഹീറോയിസം ഒന്നുമല്ല, അത് സത്യം പറഞ്ഞ എന്റെ ഇമോഷൻ ഞാൻ അങ്ങ് ഇട്ടതാ. എന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യവും ഞാൻ തുറന്ന് ഞാൻ ആ മൊമെന്റിൽ പറഞ്ഞതാ. അപ്പം ഇത്രയും എക്സെൻട്രിക് ആയിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇത്രയും ആൾക്കാരെ കണ്ടുകൊണ്ടാണ് ഈ ടെൻഷനും എക്സൈറ്റ്മെന്റും എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ ഒരു വെകിളി പരുവം ആയത്. അപ്പം ഇവരെല്ലാരും ഉണ്ട്, വിജയ് ദേവരകൊണ്ട, അനിരുദ്ധ്, അപ്പം ഇത്രയും ആൾക്കാരുണ്ട്. അന്നത്തെ ദിവസം രാവിലെ ഡയറക്ടർ എന്നെ വിളിക്കുന്നു, നല്ല കാര്യങ്ങൾ പറയുന്നു, അമ്മയോടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം ഈ ഇത്ര ഇമോഷൻ ഉള്ളിൽ, കാരണം ഞാനെന്ന് പറയുന്നത് 2 വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കൽ ഒരു പടം ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പം എനിക്ക് ആറ്റുനോറ്റ് കിട്ടി ഇതുപോലത്തെ ഒരു കഥാപാത്രം, ഇതുപോലത്തെ ഒരു പടം. പിന്നെ അതിന്റെ ഓഡിയോ ലോഞ്ച്, എടാ ഔട്ട്ഡോർ ഞാൻ ആദ്യമായിട്ടാ, 10,000-10,000 പേരോ അതിന് മേളിലുണ്ടെങ്കിലേ ഉള്ളൂ. അത്രയും പേരെ കണ്ടപ്പോ മീറ്റർ എന്ന് നമുക്ക് അറിഞ്ഞൂടോ. ആ എക്സൈറ്റ്മെന്റിൽ ഞാൻ കയറി അവിടെ സംസാരിച്ചു. പക്ഷെ അത് ആൾക്കാർ നല്ല രീതിയിൽ എടുത്തു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫാക്ട്. ശരിക്കും എനിക്ക് എപ്പോഴും നമുക്ക് പ്രൊജക്ട് ചെയ്യണേക്കാളും മുമ്പ് കിട്ടേണ്ട ഒരു സ്വീകാര്യത ഉണ്ട് അല്ലെ, കുറെ പേരിലേക്ക് എത്തുക എന്നുള്ളത്. അതെ. അപ്പൊ ഒരു പെർഫോമൻസിനൊപ്പം തന്നെ ഓൺ സ്റ്റേജ് ഇങ്ങനെ കയ്യിലെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ചെറിയ പരിപാടിയല്ല. പറഞ്ഞു തരേണ്ട കാര്യം വെച്ചാൽ ശരിക്കും കണ്ടു തുടങ്ങിയ നായികനാന്ന് പറഞ്ഞു. ഒരു 7-8 വർഷം മുമ്പ് ഒരു സോളോ പെർഫോമൻസിന് വേണ്ടി ആ റിയാലിറ്റി ഷോയിൽ എത്തുന്നു. അവിടെ വെച്ചൊരു സോളോ പെർഫോമൻസിന് വെറ്റില കഴിച്ചിട്ട് ഒരു പെർഫോമൻസിന് വേണ്ടി പറയുന്നു. ഭയങ്കര ഷൈ ആയിട്ടുള്ള തിരുവനന്തപുരംകാരൻ വെങ്കിക്ക് അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ജഡ്ജ് പാനലുണ്ടായിരുന്ന ലാൽ ജോസ് സാറ് തിരിച്ചു വരുന്ന മറുപടി ഇങ്ങനെയൊന്നുമല്ല ഒരു ആക്ഷൻസ് എന്നുള്ള രീതിയിലേക്ക് പറയുന്ന സജഷൻസിനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് തകർന്നിരുന്ന ഒരു വെങ്കി ഉണ്ടായിരുന്നു. അതെ. പിന്നെ കാണുന്നത് ഞെട്ടിക്കുന്ന കുറച്ച് പെർഫോമൻസിലൂടെയും ഇവിടെ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ വന്ന് കത്തി നിൽക്കുന്നതാണ്. ഇവിടെ കാണുന്നൊരു ഇതുണ്ട്, അടിച്ചിട്ടാലും കയറി വരുന്ന ഒരു സാധനം ഉണ്ട്. എന്താ ഈ ഫ്യൂവൽ എന്താ ശരിക്കും? എടാ ആ സമയത്ത് അന്നൊക്കെ ഞാൻ സ്റ്റേജില് 4ാം ക്ലാസ്സിന് ശേഷം ഞാൻ സ്റ്റേജിൽ അപ്പോഴാണ് കേറുന്നത്. കേറിയിട്ട് മൈക്കും കാര്യങ്ങളൊന്നും എനിക്ക് പിടിക്കാൻ അറിയില്ല.
അപ്പം ഇവര് പോയി ചെന്ന് ഞാൻ എന്തൊക്കെയോ കാണിച്ചില്ല. ആൽജോ സാറാണെങ്കിൽ നിന്റെ പെർഫോമൻസ് എനിക്ക് കാണാനേ തോന്നിയില്ല, ഫോക്കസ് ഇല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യും. വീട്ടിൽ ഇരുന്ന് ഞാൻ കാണണം, എന്റെ വീട്ടുകാര് കാണണം, ഇരുന്ന് കണ്ട്. പ്രോഗ്രാം കണ്ടവരൊക്കെ എനിക്കും കണ്ടു ഇവരെയൊക്കെ എനിക്കും ഫേസ് ചെയ്ത് എന്താ പറയുക പ്രശ്നം, കുഴപ്പമില്ലടാ അടുത്തോട്ട് ശരിയാവും. ഈ സാധനം ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, നമ്മളിങ്ങനെ നടക്കുമ്പോ പരിപാടി കണ്ടിരുന്നു, കുഴപ്പമില്ലടാ ഇനി ശരിയാവും. ഇതിങ്ങനെ കേട്ട് നാണക്കേട്. ആദ്യത്തെ പെർഫോമൻസ് തന്നെ മോശം, ഔട്ടാവുന്നാണ് വിചാരിച്ചത്. ഭാഗ്യത്തിൽ ഞാൻ ഔട്ടായില്ല. അവിടെ നിന്നാണ് പിന്നെ നമുക്ക് ഈ ഫോക്കസ് എന്താണ് ഈ പരിപാടി. അപ്പം നമ്മളിപ്പോ ഒരു സീൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അത്രയും ക്ലാരിറ്റി ആയിരിക്കണം നമ്മളത് ചെയ്യുമ്പം. ഒരു കൺഫ്യൂഷനോടുകൂടി നമ്മളത് ചെയ്യാൻ പാടില്ല. നമുക്ക് അഥവാ അത് നമുക്ക് ചെയ്യുമ്പോ എന്തെങ്കിലും നമ്മുടെ ഒരു കള്ളത്തരം കാണിച്ചാൽ നമ്മൾക്ക് വേണമെങ്കിൽ പറയാം, ചേട്ടാ ഒരു പ്രാവശ്യം കൂടെ 1 more വേണം എനിക്ക്. ഈ ധൈര്യം എനിക്ക് അന്നില്ല. അത് നമ്മുടെ ഈ ഇത്രയും കാലം ഇങ്ങനെ വന്നു, ഇതിന്റെ ഉള്ള ബാഡ് എക്സ്പീരിയൻസും എന്റെ സിറ്റുവേഷനും എനിക്ക് നടന്ന സംഭവങ്ങളും ഇതെല്ലാം കൂടിയാണ്. പിന്നെ നായകൻ ഇറങ്ങിയപ്പോ എനിക്ക് സ്റ്റേജ് കുറച്ചും കൂടെ ഒന്ന് പരിചിതമായി. ഇത്ര ഇപ്പം ചാക്കോച്ചനായാലും ലാൽ സാറാണെങ്കിലും ഇവരൊക്കെ കമ്പനിയായി, സ്റ്റേജ് പരിചിതമായി. പിന്നെയുള്ള ഓരോ സാഹചര്യത്തിൽ നിന്നാണ് ഓരോരോ സിനിമയെന്ന് പതുക്കെ ധൈര്യം കിട്ടിത്തുടങ്ങിയത്. അതുവരെ ഇതിന് മുന്നേ ഒന്നും എനിക്ക് ഒരു സ്ഥലത്ത് വിട്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു പോയിക്കോട്ടെ എന്നുള്ള ധൈര്യം എന്റെ ഇല്ല. അത് എന്റെ തെറ്റാ. അല്ലെങ്കിൽ എനിക്കൊരു സംഭവം ചേട്ടാ 1 more ചേട്ടാ പ്ലീസ് ചേട്ടാ എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങ് പോവും. ഈ വെള്ളം സിനിമയില് പറയുന്ന ഒരു കാര്യമുണ്ട് ജയസൂര്യ, അല്ലെ, ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. വെങ്കിക്ക് ശരിക്കും എന്താ ഇൻസൾട്ട് ആണോ, അല്ലെങ്കിൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതും അപ്രിസിയേഷൻ കിട്ടുന്നതും എന്താ ഏറ്റവും കൂടുതൽ പ്രചോദനം ശരിക്കും എന്താ ഫയർ വരെ ഇതിലാ? എനിക്ക് ഇൻസൾട്ട് കിട്ടിയാലും ഇവനെ കാണിച്ചു കൊടുക്കണം എന്നുള്ള മെന്റാലിറ്റി അല്ല എന്റേത്. അല്ല ഇവന്റെ മുമ്പിൽ എനിക്ക് കാണിച്ചു കൊടുക്കണം അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഇല്ല. പക്ഷെ എനിക്ക് ട്രൈയിങ് ആണ്. ഇതാണ് എന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാനിപ്പോ തളപതി എന്ന് പറഞ്ഞൊരു പടം കണ്ടാൽ ഞാൻ ചാർജാ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പീച്ച് കണ്ട് അതിൽ നിന്നിങ്ങനെ ഓക്കെ എടുക്കുന്നത്. കാരണം നമുക്ക് ഈ സീറോന്ന് വീണ്ടും തുടങ്ങുന്നത്, അത് ഇത്രയും ആൾക്കാർ നമ്മളെ അറിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സീറോയും തുടങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണം നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമ്മളിങ്ങനെ സ്റ്റിൽ ട്രൈ ചെയ്ത് ആ സ്പീച്ചിന്റെ സമയത്ത് ആലോചിച്ചപ്പോഴാണ് ഇത് 9 വർഷമൊക്കെ എടുത്തല്ലേ, അടിപൊളി പരിപാടി എന്നൊക്കെ ഉള്ള സംഭവം നമുക്ക് തന്നെ ഒരു റിയലൈസേഷൻ വരുന്നത്. മറ്റേത് ഇങ്ങനെ പോവേലേ, വർഷങ്ങൾ പോകുന്നു, ദിവസങ്ങൾ പോകുന്നു, പരിപാടികൾ പോകുന്നു. അപ്പം എന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് എനിക്ക് വേറെ പരിപാടിയൊന്നും അറിഞ്ഞുകൂടാ. എനിക്ക് വേറെ ഞാൻ പഠിത്തവും ഞാൻ PG എടുത്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ആ പരിപാടിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പേഴ്സണലി എനിക്ക് കുറച്ച് ഹാപ്പിനെസ് തരുന്ന പരിപാടി ഇതാ. പക്ഷെ ഒരു പരിപാടി അറിയാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല. ആക്ടിംഗ് ഉണ്ട്, സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാം, 1 man show ചെയ്യാം, ബിസിനസ് വശമുണ്ട്, കുക്കിംഗ് വശമുണ്ട്, അല്ലെ? കുക്കിംഗ് ഒന്നും വശമില്ല, ബിസിനസ് വശമില്ല. ബിസിനസ് നമുക്ക് 5 പേർക്ക് എടുത്ത 5 പേർക്കും ഒരു ഐഡിയ ഇല്ല. ബിസിനസ് ഒരു പോയിന്റിൽ കിങ്ഡത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂളാണ് ഇഡലി കട തുടങ്ങാന്ന് പറഞ്ഞിട്ട് പോയി തുടങ്ങിയത്. ബിസിനസ് വശമില്ലാന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഞെട്ടിക്കാൻ പോണ വലിയ ഷോപ്പ് വരുന്നുള്ള ന്യൂസ് ഒക്കെ ഞാൻ ഓൾറെഡി അറിഞ്ഞു. അതിപ്പോ ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടപ്പോ നമ്മൾ കുറച്ചും കൂടെ അടിപൊളി ഒരു കിടിലം ഷോപ്പടാ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത്. അപ്പൊ ഒക്ടോബർ ഒക്കെ ആകുമ്പോ ദൈവം സഹായിച്ച ആ പരിപാടി ഓണാവും. പിന്നെ ആങ്കറിങ്, ആങ്കറിങ് പരിപാടി ഒന്നും ഭയങ്കര പാടാ എന്റെ മോനെ. പക്ഷെ സാധനം സക്സസ് ആയില്ലേ? അത് ആ പ്രൊഡ്യൂസറിന്റെ കഴിവ്. അതിലാണ് പറഞ്ഞത്, ഇപ്പൊ നമ്മൾ കൈവയ്ക്കുന്ന മേഖല മുഴുവൻ പറഞ്ഞ പോലെ ചാർജായി ശരിക്കും. പക്ഷെ വെങ്കി പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എവിടെ തുടങ്ങണം എന്നറിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് വെങ്കി പറയുമ്പോഴും. പക്ഷെ നേരെ തിരിച്ചാണ്, വെങ്കി വൺ പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ കിങ്ഡത്തിന്റെ പ്രീവൻ ലോഞ്ചിൽ എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്ന എല്ലാവരും കണ്ടു. അപ്പൊ എല്ലാവരും ആദ്യം ചിന്തിച്ച കാര്യം എങ്ങനെ വെങ്കി തെലുങ്ക് പഠിച്ചു, അല്ലെ, തെലുങ്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ പലർക്കും പറയാത്തൊരു കാര്യമുണ്ട്, അതൊരു 7-8 വർഷം മുമ്പേ സിനിമയ്ക്ക് വേണ്ടി പഠിച്ച 6 വർഷം മുന്നേ അതൊരു ചെറിയ നല്ല അന്നത്തെ സമയത്ത് നല്ല പരിപാടിയായിരുന്നു. അത് സ്ലമ്മിൽ പ്രോപ്പർ ഈ ചവർ എടുക്കുന്ന ആൾക്കാരെ പോലെ ഞങ്ങൾ ഒറിജിനൽ ചവർ എടുത്തുകൊണ്ട് അങ്ങനെ നമ്മൾ 2 വർഷം ഷൂട്ട് ചെയ്ത സിനിമയാ. അപ്പൊ ആ പടത്തിലെ ഡയലോഗ് ഞാൻ ബുക്കിൽ ഞാൻ കാണാതെ പഠിച്ച് എനിക്ക് ആ പടത്തിലെ ഡയലോഗ് അറിയാം. പിന്നെ നായകൻ വന്നു, അത് നീണ്ടു, തെലുങ്ക് വിട്ടു, മറന്നു. പക്ഷെ എന്നാലും നമുക്ക് ബേസിക് അറിയാം, സുഖാണോ, കഴിച്ച, എവിടെ പോകുന്നു, ഇതൊക്കെ അറിയാം. കിങ്ഡത്തിൽ പോയപ്പം എനിക്ക് ഇവിടെയൊക്കെ പരിചിതമായിട്ടുള്ള വാക്കുകളാണ് കുറെയൊക്കെ ഡയലോഗുകൾ. പക്ഷെ ചില ഡയലോഗുകളൊക്കെ ഇങ്ങനെ പഠിച്ചു വീണ്ടും കിങ്ഡമാണ് ഒന്ന് തട്ടിയെടുത്തത്. ആ പഴയ പോയ
തെലുങ്കും. ഇപ്പൊ ഞാൻ പ്രീ റിലീസ് ഇവന്റിൽ പറഞ്ഞതടക്കം ഏറ്റവും ബേസിക്കാ, അതെ. തെലുങ്കിന്റെ ഏറ്റവും ബേസിക് അത് അതിൽ സാധനം. തന്നെ കുറെ പേര് പറയുന്നുണ്ടോ ഇതിപ്പോ എന്താണോ വെങ്കി പറഞ്ഞ തെലുങ്കൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത്. കാരണം എല്ലാം മിക്സ് ആയിട്ട് ഒരു അതെ. സംഭവം വരുന്നുണ്ട്. ആ ആ. തെലുങ്ക് തമിഴ് Okay, മിക്സ് ആയിട്ടാ. അതെ. അപ്പം അത് ഭയങ്കര ബേസിക് സാധന. പിന്നെ നമുക്ക് സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മള് ആ ലാംഗ്വേജ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് തെറ്റ് വരുത്താം, അതെ, അതെ. ആരും ആ, ഒന്നും പറയില്ല, അവൻ ഇല്ല. പഠിക്കുകയല്ലേടാ, ആ ആ, ഒരു ഫ്രീഡം കിട്ടും. നമുക്കുണ്ട്. Yeah. പിന്നെ ബ്രോ എന്റെ ലൈഫിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒറ്റ പരിപാടി നടന്നിട്ടില്ല, ഇല്ല. ഒറ്റ പരിപാടി. ആ. ഇപ്പം ഈ ഇഡലിക്കട അൺപ്ലാൻഡ് ആയിരുന്നു. ആ. ഇഡലിക്കട ഫുഡ് നല്ലതായതുകൊണ്ടാണ് ആൾക്കാർ വന്നത്. ആ. കുറച്ച് ആൾക്കാർ വരും, ആ. നമ്മൾ കാണിച്ചു വരും, പക്ഷെ ആ. കഴിച്ചിട്ട് ഫുഡ് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഇവന്മാര് വീണ്ടും വീണ്ടും ഇവരെല്ലാരും ഇഡ്ഡലിയുടെ- വരുന്നത്. ഷാജി സാറ് വന്നിട്ടുണ്ട്, ആ. ഷാജി കൈലാസ് സാറ്, ആ, ജോമോൻ ചേട്ടൻ വന്ന് ഇഡലി കഴിക്കാൻ. ആ. അപ്പം അത് സംഭവിച്ചതാ. ഉം. എന്റെ അച്ഛന്റെ അമ്മ ഇഡലി അമ്മ എന്നാണ് ഓ, അറിയപ്പെടുന്നത്. ഓക്കെ. ആ, ഇഡലി ഉണ്ടാക്കുന്ന ആളായിരുന്നു. ആ. എന്റെ അച്ഛൻ ഇഡലി വിറ്റിട്ടുണ്ട്. ആ. അപ്പൊ ഇങ്ങനെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് ഇത് സംഭവിച്ചതാ. ഉം. പടത്തിന്റെ കാര്യമാണെങ്കിൽ പോലും എടാ എന്റെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പരിപാടി ചെയ്യാന്നുള്ളതാണ്. Okay. ഇഷ്ടമില്ലാത്ത പരിപാടി ഒരു പൈസക്ക് വേണ്ടിയിട്ടോ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലല്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും, ഞാൻ ഇപ്പം കിങ്ഡം അടക്കം എന്റെ 6ാമത്തെ സിനിമയാണ് അതെ. കിങ്ഡം. അപ്പം അതെ. എനിക്ക് ഇഷ്ടമുള്ള പരിപാടി ചെയ്യുക, അല്ലാതെ കമ്മിറ്റ് ചെയ്ത പടങ്ങള് നടന്നിട്ടില്ല. ആ, സ്വാഭാവികമായിട്ട് സിനിമയിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ടല്ലോ. അതെ. അപ്പം ഇതെല്ലാം നമ്മുടെ ഒരു ഉം. കോൺഫിഡൻസിന്, അതായത് ഇങ്ങനെ ഉം. നടന്നാൽ പറ്റൂല, എന്തിനാണ് പേടിക്കുന്നത്, നമുക്ക് എന്തിനാ പേടി ഉം. എന്നുള്ള സാധനം നമ്മളെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ സഹായിച്ചു. അല്ലാതെ എല്ലാം എനിക്ക് ഒറ്റയടിക്ക് കിട്ടിയാലേ എനിക്ക് ഇതിന്റെ ഒരു വാല്യൂ മനസ്സിലാവാതെ പോകും. എനിക്ക് ഈ കിട്ടുന്ന എക്സൈറ്റ്മെന്റ് ചിലപ്പോ അപ്പൊ എനിക്ക് കിട്ടൂലായിരിക്കും. അതുകൊണ്ടായിരിക്കും എല്ലാം കൂടെ ചേർത്ത് ദൈവം എനിക്ക്. ഇപ്പൊ വെങ്കി ആ സംസാരിക്കുന്നത് പോലും ആണെങ്കിൽ പോലും ഇപ്പൊ ഇവിടെ ഒരു ഓപ്പണിംഗ് കിട്ടുന്ന പോലെയല്ല തെലുങ്കിൽ എൻട്രി കിട്ടുന്ന അല്ലെ, എന്തായാലും ബുദ്ധിമുട്ടുണ്ട്. എൻട്രി കിട്ടി കഴിഞ്ഞാൽ തുടരെ സിനിമ കിട്ടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക അല്ലെ. അതെ അവിടെ ഓൾറെഡി ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോലും കൂടുതൽ പേരിലേക്ക് സ്വീകാര്യത കിട്ടണം എന്ന് വിചാരിക്കുമ്പോൾ വരുന്ന സിനിമകൾ എടുക്കുകയാണ് ചെയ്യുക. അതെ. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം വെങ്കിക്ക് കുറെ സിനിമകൾ വന്നിട്ടും അതിൽ ഭയങ്കര സെലക്റ്റീവ് നീ ആയി എങ്ങനെയാണോ ഇതൊക്കെ അല്ലേ. അങ്ങനെയല്ല. ഇപ്പൊ ബേസിക് ഞാൻ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് കുറെ നാളാവും. ആ. അപ്പൊ എനിക്കിപ്പം ദൈവം സഹായിച്ച് എനിക്ക് അത്യാവശ്യം ഇത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ വായിക്കുക. അപ്പൊ എന്റെ അടുത്തൊരു പരിപാടിയാണ്. അപ്പം നമുക്കൊരു ലോങ് റൺ കിട്ടണമെങ്കിൽ ഒരു നല്ല പരിപാടി നമുക്ക് അടിക്കണോടാ. അതായത് നമ്മളിപ്പോ ലീഡും കൂടെ ഇപ്പം വില്ലനാണ്, ഞാനിപ്പോ കിങ്ഡത്തിൽ വില്ലനായിട്ട് ചെയ്തു. ഇതിന്റെ മൊത്ത ബാധ്യതയും ഡയറക്ടറിന്റെ വിജയ് ദേവരക്കൊണ്ടയുടെ അടുത്താണ്. അവരാണ് ഹീറോ, അവരുടെ പടം എന്നാണ് നാട്ടുകാർ അറിയപ്പെടുന്നത്. നമ്മൾ അതിൽ നല്ല പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഗുണമുണ്ടാവും. ഇതേപോലെ നമ്മൾ ലീഡായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ അവന്റെ പടം ഇറങ്ങി, ഇത് ആ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ അതെന്റെ മൊത്തത്തിൽ ഒരു ഇതിനെ ബാധിക്കും. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെടുക്കുന്ന സിനിമ വിജയിക്കണമെന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, ഞാൻ ഇഷ്ടപ്പെട്ടെടുത്ത സാധനമാണെന്നുള്ളൊരു കാര്യത്തിൽ മാത്രം നമുക്ക് ആസ്വദിക്കാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ, കാരണം എനിക്ക് തെലുങ്ക് കൊമേഴ്ഷ്യൽ പൾസ് എന്താണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പൊതുവെ തെലുങ്ക് സിനിമകൾ കാണും, തമിഴ് സിനിമകൾ കാണും. അപ്പം ഇതിന്റെ ഒരു കൾച്ചറും പരിപാടിയും നമുക്ക് കിട്ടണമല്ലോ, എന്നാലേ നമുക്കൊരു സ്ക്രിപ്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വരുന്നതെല്ലാം ഫുൾ സ്ക്രിപ്റ്റ് അടക്കം നറേഷൻ കേട്ട് ഇങ്ങനെ നിൽക്കുന്നു. നല്ലൊരു കിടിലം പരിപാടി അടിക്കണം. ഓൾറെഡി കിട്ടി തുടങ്ങി. തെലുങ്കിലെ അവിടുത്തെ ഫാഫയാണെന്നുള്ള രീതിയിലേക്കൊക്കെ ഇല്ലേ കുറെ കോമൻസ്. ചുമ്മാ സീരിയസ്ലി അതില് മെയിൻലി എടുത്ത് പറഞ്ഞിരുന്നത് കണ്ണാണ്. ഭയങ്കര ഒരു അല്ലെ, ഇപ്പൊ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രൂപവും ഭാവവും ശബ്ദവും ഒക്കെ ഉണ്ട്. ശരിക്കും വെങ്കിയുടെ ഒരു മെയിൻ ടൂൾ എന്ന് വെങ്കി കരുതുന്നത് എന്താ ശരിക്കും? അങ്ങനെ ഒരു പരിപാടി, അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ലടാ എനിക്ക് അങ്ങനെ. പക്ഷേ ഇപ്പൊ നമ്മളെ കണ്ണുകൾ അഭിനയിക്കും എന്നൊക്കെ പറയുന്നത് എനിക്ക് കേട്ടുള്ളൂ. ഇതിന്റെ പ്രോസസ് എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. സുഹൃത്തുക്കൾ പല ഈ ആക്ടിങ് വർക്ക്ഷോപ്പിനൊക്കെ പോകുമ്പം ഇവരിങ്ങനെ ഓരോ സാധനം, ഇങ്ങനത്തെ കുറച്ച് എക്സസൈസ്, ഇങ്ങനത്തെ പരിപാടിയൊക്കെ പറഞ്ഞു തരുന്നതല്ലാതെ ഇപ്പം ഇതിന് മുന്നേ ഉള്ള പടത്തിലൊന്നും എന്റെ കണ്ണ് വിറയ്ക്കും. ഇപ്പം മമ്മൂക്കയുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ പോലും എന്റെ കണ്ണ് പതറും. എനിക്ക് കണ്ണി നോക്കി സംസാരിക്കാൻ പറ്റൂല, നെറ്റി നോക്കി സംസാരിക്കും. അതായിരുന്നു എന്റെ ശീലം. കണ്ണിന് നോക്കി എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഞാൻ നെറ്റി നോക്കിയാണ് കൂടുതൽ. നമ്മൾ അറിയാതെ പോവാ, നെറ്റിയോ മൂക്കോ നമ്മൾ ഇങ്ങനെ നോക്കി സംസാരിക്കും. പക്ഷെ നമ്മൾ കണ്ണിൽ നോക്കി പറഞ്ഞാലേ ആ പരിപാടി കിട്ടുള്ളൂ. അതെനിക്ക് ഇപ്പം റിബൽ എന്ന് പറഞ്ഞ റിബലിന്റെ പടത്തിൽ ഞാൻ അങ്ങനെ കോൺഷ്യസ് ആയിട്ട് നിന്നിട്ടില്ല. പക്ഷെ കിങ്ഡം ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രോപ്പർ ഇങ്ങനെ കണ്ണിൽ നോക്കിയാണ് ഞാൻ സംസാരിച്ചത്. അപ്പം ചിലപ്പോ അതുകൊണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ജോമോൻ ചേട്ടന്റെ വർക്കാണ്, ജോമോൻ ചേട്ടന്റെ ക്യാമറ ആംഗിളും ജോമോൻ ചേട്ടന്റെ പരിപാടിയൊക്കെയാണ് ചിലപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ തോന്നാൻ കാരണം. പക്ഷെ അത് എനിക്ക് എന്തായാലും പ്ലസ്സാ. പക്ഷെ വെങ്കിയുടെ ഒപ്പം വർക്ക് ചെയ്തിരുന്നവരുന്ന് കിട്ടിയത് വെച്ചാൽ വെങ്കിനെ ഭയങ്കര ക്ലോസ് ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ വെങ്കിയുടെ കണ്ണ് ഭയങ്കരമായിട്ട്
അതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വെങ്കിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊന്നും അതെ. ഓപ്പി എടാ Yeah, ചുമ്മാ seriously, man. Yeah. നീ ഒരു ഞാൻ കേൾക്കാത്ത കാര്യമാണല്ലോ നീ പറയണത്. പല ടോക്കും നമ്മളെ കുറിച്ച് നല്ലത് നമ്മൾ കേൾക്കില്ല, മോശം കേൾക്കില്ല, അതാ പ്രശ്നം അല്ലെ. നല്ലത് ചുറ്റുള്ളവർ പറയില്ല, വേറെ ആൾക്കാരോട് പറയുള്ളൂ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംസാരമുണ്ട്, അങ്ങനെ ഒരു കരകമ്പി ഉണ്ട് ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞ പോലെ. ഓ, അത് ഭയങ്കര ശരിക്കും ആക്ടർ എന്നുള്ള രീതിയിലേക്ക് ഒരു പ്ലസ് അല്ലേ അത്, ഓൾറെഡി അതെ. അവിടെ വരെ അത് അത് അങ്ങനെ സംസാരമായിട്ടുണ്ട് സംസാരിക്കുന്നത് അത് എന്നുള്ളത്. എനിക്കൊരു പ്ലസ്സാ. ആണ്. അപ്പം ഓക്കെ, അപ്പൊ ഇത് ഉം. ഓക്കെ ഇങ്ങനെ ഉണ്ട്, നമുക്ക് ഏതാണ് നല്ല ഏതാണ് ചീത്ത എന്ന് അറിഞ്ഞുവിടാ. ഒരു പോയിന്റ് വരെ എന്റെ ഒരു കാര്യത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആവാത്തൊരു മനുഷ്യനായിരുന്നു. Okay. ഭയങ്കര കോൺഫിഡൻസ് ഇല്ലായ്മയിൽ നിന്ന് നായികനിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സ്റ്റേജിൽ കയറുന്ന രീതി. ഫസ്റ്റ് സ്റ്റേജിൽ കയറുന്ന രീതിയെ എനിക്ക് ഞാൻ വിറച്ചിട്ടാ നിൽക്കുന്നത്. ഒരു ഇംഗ്ലീഷിൽ ഇപ്പം പേളി മാണിയായിരുന്നു ആങ്കർ. എനിക്ക് ഇംഗ്ലീഷിൽ താങ്ക് യു ഫോർ യുവർ അഡ്വൈസ്, എനിക്ക് താങ്ക് യു ഫോർ യുവർ അഡ്വൈസ് എന്ന് പറയാൻ പറ്റുന്നില്ല. താങ്ക് യു അത് അങ്ങനെ നിന്നൊരു ആളാ. അപ്പം തിരിച്ച് അതേ പ്രോഗ്രാം പ്രൊഡ്യൂസറിന്റേതായ ഉടൻപണത്തിൽ ഞാൻ ആങ്കർ ആയിട്ട് പോയി. അപ്പം എനിക്ക് ഇങ്ങനത്തെ പരിപാടി, ഇപ്പം കണ്ണിന്റെ കാര്യം പറയുന്നത്, കണ്ണിന്റെ കാര്യം ഇതിന് മുന്നേ 1-2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. നമ്മൾ പടം കാണുമ്പോഴും നമുക്ക് ചിന്തിക്കാനും പറ്റില്ലല്ലോ. അപ്പം ഈ സംഭവം അങ്ങനെ പറയുന്നത് എനിക്ക് ഭയങ്കര പ്ലസ്. അതെനിക്ക് അതെ 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 അതിലെനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാ. കണ്ണൊക്കെ എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അത് അടിപൊളി പരിപാടിയാണ്. ഈ എന്താ പറയാ, പക്കത്തെ വീട്ടിലെ പയ്യൻ എന്നുള്ളൊരു ഫീല് എപ്പോഴും ഉണ്ടാക്കും. ഇപ്പൊ ജി പ്രകാശ് സാറിന്റെ ഈവെന്റിലാണെങ്കിലും സംസാരിക്കുന്ന ഒരു രീതി ഉണ്ട്. കേറി വന്ന് എല്ലാവരും കൊടുത്ത് അന്താടി കൊണ്ട് ഒരാൾ ഞാൻ ഇവിടെ കിങ്ഡത്തിൽ വന്ന് സംസാരിക്കുന്നതാണെങ്കിൽ പോലും ഇതിനൊരു ശൈലിയുണ്ട്. അത് കേട്ടിരിക്കാൻ തോന്നുന്ന, ഇത് നമ്മ വെങ്കിതാന്താ എന്ന് പറയിപ്പിക്കുന്ന ഒരു സാധനം. ഇതെങ്ങനെ ഇത് ആക്കിയെടുത്തൊരു സംഭവമാണ് അത്. കൊച്ചിയിൽ ഇങ്ങനത്തെ ഒരു നേച്ചർ ആയിരുന്നു? ഇല്ലില്ല, കൊച്ചിയിൽ ഇങ്ങനത്തെ നേച്ചർ ഒന്നുമില്ല. കൊച്ചിയിൽ ഞാൻ അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്ന ഇത്ര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പം അച്ഛന്റെ ഒരു സംഭവം വന്നതിന് ശേഷം, സിനിമയിൽ നിന്നുണ്ടായ സംഭവങ്ങൾക്ക് ശേഷം, അതായത് എനിക്ക് ഇത് ഇനി കൂടുതൽ നഷ്ടപ്പെടാവൊന്നും ഇല്ലടാ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് നമ്മുടെ കയ്യിൽ നിന്ന് ശാരീരികമായിട്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിനി നഷ്ടപ്പെടാവൊന്നുമില്ല. ഇനി എന്ത് പരാജയം വന്നാലും എനിക്ക് വിഷയമല്ല. കാരണം ഞാനിപ്പോ ഹാപ്പിയാണ്, അമ്മയുണ്ട്, അടിപൊളിയായിട്ട് നോക്കിക്കൊണ്ട് പോകുന്നു. അതാണ് എന്റെ കോൺഫിഡൻസ്. അതായത് ഇനി കൂടുതലൊന്നും വരാൻ എനിക്കില്ല എന്നുള്ള ഒരു പേടിയാണ്. ഇനി ഒന്നും ഇല്ല. നമ്മുടെ പ്രൊഫഷനില് അത്രയും ജെന്യുവനായിട്ട് നിൽക്കുക. കോൺഫിഡൻസ്, ഒരു മനുഷ്യന് കോൺഫിഡൻസ് ആണ് ഏറ്റവും ആവശ്യം. അവൻ ഇനി വണ്ണം ഉണ്ടോ, അവനിനി എന്തുണ്ടോ, അത് മറ്റുള്ളവരുടെ കണ്ണിലാണ്. നമ്മുടെ കണ്ണില് നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഒരുത്തനും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളാണ് ബെസ്റ്റ്. അത്ര ആണ്ടവൻ ആക്ച്വലി റിംഗ് ടൂൺ അത് തന്നെയാണ്. അതാണ് എന്റെ റിംഗ് ടൂൺ. അത് കുറെ കാലമായിട്ട് അത് തന്നെയാണ്. ശരിക്കും ഇങ്ങനെ ഒരു തോട്ട് ഉണ്ട്. ഇത് എനിക്ക് ആ ഡയലോഗ് ഭയങ്കര സ്പെഷ്യലാ. കാരണം നമുക്ക് അന്ന് ഈ കൗൺസിലിങ്ങോ നമുക്ക് വിഷമം വന്ന തെറാപ്പി ഒന്നും ഇല്ല. നമുക്ക് ഒരു രജനീകാന്തിന്റെ സ്പീച്ച് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ചില വാക്കുകളുണ്ടല്ലോ, ഇത് പറഞ്ഞ് നമ്മളെ ആശ്വസിക്കും. കുഴപ്പമില്ലടാ, ദൈവം നമുക്ക് ഒരെണ്ണം തരും. അപ്പൊ എനിക്ക് ദൈവവിശ്വാസമുള്ള ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ തരും എന്നുള്ള രീതിയിൽ അവിടെയാണ് ഞാൻ ആശ്വസിക്കുന്നത്. അപ്പം എന്റെ ഡയലോഗ്, എന്റെ റിംഗ് ടോണ്, എന്റെ പരിപാടി മൊത്തം ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഇപ്പൊ ഫോൺ സൈലന്റ് അല്ലെന്ന് വിചാരിച്ചോ, പെട്ടെന്ന് കേൾക്കും. അതെ അതെ. ശരിക്കും ഇത്രയും വളർച്ച, അല്ലെങ്കിൽ നമ്മൾ കുറെ നാൾ, ഒരു 9 വർഷം കൊണ്ട് വെങ്കി തന്നെ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. 9 വർഷമായി ഞാൻ പണി തുടങ്ങിയിട്ട് എന്നുള്ള സമയം പറയുന്നുണ്ട്. അപ്പൊ ഈ വളർച്ചയിലും അല്ലെങ്കിൽ കിട്ടുന്ന നമ്മളെടുത്ത പണിക്കൊക്കെ റിസൾട്ട് കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ശരിക്കും അച്ഛനെ തന്നെയാണോ? പിന്നെ അയ്യോ, അച്ഛൻ അദ്ദേഹം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം ഞാൻ വന്നൊരു ഇതനുസരിച്ച് എനിക്ക് അച്ഛനെയും അമ്മയും ഭയങ്കര അടിപൊളിയായിട്ട് നോക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുത്തുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ചെയ്തു കൊടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല. അപ്പം സഡൻലി അച്ഛൻ മരിച്ചിട്ട് 10ാമത്തെ 12ാമത്തെ ദിവസം വേദ ഷൂട്ട് ചെയ്യാൻ പോണത്. ഞാൻ എന്റെ കിളി പാറി നിൽക്കുന്ന സമയമാണ്. പക്ഷേ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും ഒന്ന് ഓക്കെ ആയത്. കാരണം എനിക്ക് ആ സമയത്ത് ഒറ്റയ്ക്ക് റൂമിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ഇവിടെ തന്നെ ഉണ്ട് രഞ്ജിത്തേട്ടനായിരുന്നു എന്റെ റൂംമേറ്റ്. അപ്പൊ പുള്ളിയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് റൂമില്. എന്ന് വെച്ചാൽ ഇങ്ങനെ റൂമിൽ വന്ന കരച്ചിലും അതും പരിപാടിയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണില്ലല്ലോടാ. അപ്പൊ അപ്പോഴല്ലേ അതിന്റെ റിയാലിറ്റി, മരണത്തിന്റെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്ന അവിടെയാണ്. ഉൾക്കൊള്ളാൻ ഒരു രീതിയിലും ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല അവരുടെ ലൈഫിന് എന്നുള്ളതാണ്. അപ്പം അച്ഛൻ പക്ഷെ ഉള്ള സമയത്ത് അച്ഛന് രജനീകാന്ത്, മമ്മൂട്ടി,
മമ്മൂക്ക രണ്ടുപേരും. ഞാൻ മമ്മൂക്കയോട് അഭിനയിക്കുന്ന അച്ഛൻ കണ്ടു. ഓക്കെ. സോ ഹീസ് ഹാപ്പി. അച്ഛനെ കൊണ്ട് ആശുപത്രി പോകുമ്പോൾ പോലും പലരും എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയുമ്പം അങ്ങനത്തെ കാര്യത്തിൽ അദ്ദേഹം ഹാപ്പി ആയിരുന്നു. അപ്പൊ അദ്ദേഹം പോകുന്നതിന് മുന്നേ പോലും ഇങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെ ഒരാളടുത്ത് ഇങ്ങനെ പറഞ്ഞു, അതായത് അവരെ നോയിക്കോണം, അവനെ നോയിക്കോണം എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ഞാൻ ഭയങ്കര അറ്റാച്ച്ഡാ പുള്ളിയായിട്ട്. ഭയങ്കര എനിക്ക് അച്ഛനും അമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഓവർ അറ്റാച്ച്ഡാ. അപ്പം ഇപ്പൊ അദ്ദേഹം പോയി. അപ്പം അറ്റ്ലീസ്റ്റ് എനിക്ക് പുള്ളിക്ക് പിച്ചുമണിയുടെ മോൻ എന്നുള്ള രീതിയിൽ എനിക്ക് പുള്ളിയെ കുറച്ചും കൂടെ ലെവലിൽ എത്തിക്കണം എന്നുള്ള ഒരു വല്ലാത്ത വാശിയും ആഗ്രഹവും എല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. ഇനി ഞാൻ താഴ്ന്നു നിൽക്കാനോ, ഇനി ഞാൻ അണ്ടർ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാനോ, ഇനി അങ്ങനത്തെ ഒരു ഞഞ്ഞാ കളിക്കൊന്നും ഞാൻ ഇല്ല എന്നുള്ളൊരു റിയലൈസേഷൻ എനിക്ക് കിട്ടിയതാ. ഈവൻ ഇനി ഇപ്പൊ പോലും ഞാൻ ഇപ്പൊ കട തുടങ്ങുന്നു, ഇനി ഞാൻ വേറൊരു പരിപാടി തുടങ്ങാൻ പോവാ, അത് എന്റെ അച്ഛൻ അമ്മയ്ക്കുള്ള ഞാൻ ഒരു ട്രിബ്യൂട്ടാ എന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ചെറിയ പരിപാടിയാ. ഒരു ബാറ്റർ പരിപാടിയാ, ഇഡ്ലി ദോശ ബാറ്റർ. അത് ഞാൻ എന്റെ അച്ഛൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ട്രിബ്യൂട്ടാ. അതിന്റെ ഒരു പരിപാടി ഞാൻ ഇങ്ങനെ എനിക്ക് പേഴ്സണലി. അപ്പം എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളു ആ ഏരിയയില്. ഓക്കെ, പിച്ചുമണിയുടെ മോൻ, അവൻ നല്ല, എനിക്ക് അങ്ങനെ എന്റെ അച്ഛന്റെ പേര് എനിക്ക് ഞാൻ മാക്സിമം ഇവിടെ പിച്ചുമണിയുടെ മോൻ എന്നുള്ള രീതിയിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കേണ്ട ലെവൽ കുറച്ചും കൂടി അല്ലെ വലുതായിരിക്കണം എന്നുള്ള ചിന്തയുള്ളപ്പോഴും നായകന് മൊത്തം എപ്പിസോഡ്സ് എടുത്ത് നോക്കിയാലും ഏറ്റവും കൈ കിട്ടിയ മൊമെന്റ് ആ അച്ഛൻ വന്ന് പറയുന്നത് ഏത് എന്റെ മകനാണെന്ന് പറഞ്ഞേക്കാളും വെങ്കിയുടെ അച്ഛനാണെന്ന് പറയുന്നത് കേൾക്കാൻ എന്ന് പറയുന്നിടത്ത് ഒരു പോയിന്റ് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്ന് തന്നെ ഭയങ്കര ദൃഢമാണ് എത്രത്തോളം നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ട് എന്നുള്ളത് അതിൽ വ്യക്തമാണ്. അത് തന്നെയാണോ ശരിക്കും മെയിൻ ലൈഫ്, നമ്മൾ എന്തൊരു സാധനം അടുത്ത സ്റ്റെപ്പിലോട്ട് ചവിട്ടണം എന്ന് പിന്തിരിയാത്തത് ശരിക്കും ഇവർ രണ്ടുപേരും തന്നെയാണോ? ബലു മേഡവും തന്നെയാണോ? അതെ, ഇവര് കാരണം ഏറ്റവും മോശം സിറ്റുവേഷനിൽ പടം എന്റെ ഡ്രോപ്പ് ആയപ്പോ പോലും ഞാൻ ഇരുന്നപ്പോ, എടാ അത് പോണെങ്കിൽ പോട്ട്, നിനക്ക് വേറെ വരും. കയ്യില് നമ്മുടെ കയ്യിൽ ആളുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ വളരെ കഴിഞ്ഞു പോകാനുള്ള കാശേ ഉള്ളൂ, കുഴപ്പമില്ല, നിനക്ക് വരും എന്ന് പറഞ്ഞ് അത്രയും കോൺഫിഡന്റ് ആയിട്ട് നിന്ന് എന്റെ അച്ഛൻ എത്രയോ എഫേർട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് രജനീകാന്തിനെ കാണിച്ചു തരാൻ വേണ്ടിട്ട്. ഞാൻ കണ്ടു രജനീകാന്തിനെ. അപ്പൊ ഇതെല്ലാം എന്റെ അച്ഛൻ അഭിനയിക്കണം ഭയങ്കര അയ്യോ അച്ഛൻ പറയും, എടാ നിനക്ക് ഡാൻസ്, ഫൈറ്റ്, ഇതൊക്കെ ഭയങ്കര താല്പര്യമാണ്. അതെ 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 പ്രോപ്പർ ആയിട്ട്. ഇപ്പൊ പ്രീസ്റ്റിൽ ഞാൻ ഇടി വാങ്ങിച്ചതല്ലാതെ എനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് പേഴ്സണലി അപ്പം ആ സമയത്തിന് മുന്നേ, പക്ഷെ ഇതെല്ലാം അദ്ദേഹം കാണുന്നുണ്ട്. ഞാൻ പയ്യന്മാര് അമ്മയും പോയപ്പോ ഞാൻ അമ്മമാരുടെ അടുത്ത് പറഞ്ഞ, അളിയ ഒരു സീറ്റ് മാറ്റി വെച്ചേക്ക്, ഞാൻ പൈസ തരാം, അളിയ ഒരു സീറ്റ് എനിക്ക് പ്രത്യേകം അമ്മയുടെ അടുത്ത് മാറ്റി വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. കാരണം അത് എന്റെ തോന്നല, അത് എന്റെ സാറ്റിസ്ഫാക്ഷൻ. അദ്ദേഹത്തിന് കാണുകയോ ഇല്ലയോ, എന്തോ ബ്ലെസ്സിങ് ഉണ്ടോ ഇല്ലയോ, എനിക്കത് എന്റെ ഒരു സാറ്റിസ്ഫാക്ഷനും എന്റെ ഒരു പീസും അതാണ്. അത് അദ്ദേഹം ഫൈറ്റ് കാണണം. ഇനിയിപ്പം എനിക്കിപ്പോ ഒരു പടം വരികയാണ്, ഇപ്പൊ ഒരു നല്ലൊരു ഇപ്പൊ തല്ലുമാല പോലെ പടം എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അങ്ങനത്തെ പടം എന്തായാലും എനിക്ക് വരും. അപ്പം കണ്ടിപ്പാ അപ്പം അതിലൊന്നും എനിക്ക് ഒരു പേടിയില്ല. പക്ഷെ അച്ഛൻ ഇപ്പം റിബലൊക്കെ കണ്ടിരുന്നെങ്കിൽ റിബലിന്റെ ആ വൈറ്റ് ആൻഡ് വൈറ്റ്, സോറി കിങ്ഡത്തിന്റെ റിബലിനും വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്, കിങ്ഡത്തിന് പ്രത്യേകിച്ച് വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് നിന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മയ്ക്ക് എനിക്കത് ഭയങ്കര, എനിക്ക് തന്നെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ആ ഒരു പ്രീവൻ അല്ലെങ്കിൽ എത്രയും കിടലൻ സ്പീച്ച് ഒക്കെ കഴിഞ്ഞ് ഇത്രയും സ്വീകാര്യത കിട്ടുമ്പോ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്തുവന്ന് പറഞ്ഞേനെ? അങ്ങനെ ഒന്ന് അച്ഛന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ ഓരോ സിനിമ കഴിയുമ്പോഴും അച്ഛൻ എന്നെ ഫോൺ ചെയ്തിട്ട്, സാധാരണ എന്നെ അപ്പുട്ടൻ ഇങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ സ്റ്റാൻഡപ്പ് ചെയ്യുന്നു, അമൽ എന്ന് വിളിക്കും. പ്രീസ്റ്റ് ചെയ്യുമ്പോ ഹേ സിദ്ധാർത്ഥ്, എന്നെ ഇങ്ങനെയാണ് ക്യാരക്ടറിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഇവിടെ മുരുകൻ അടിപൊളിയടാന്ന് പറയും. മുരുകൻ എന്ന പുള്ളി എന്നെ ഓരോ ക്യാരക്ടറിന്റെ പേര് വെച്ചിട്ടാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സംസാരത്തിൽ വെങ്കി കണ്ട ഏറ്റവും വലിയ സിനിമ പ്രേമി അച്ഛനാണ് അല്ലേ? അതെ അതെ. ആ സിനിമ കണ്ട് ഒരുപക്ഷെ ക്യാരക്ടർ നന്നായി എന്ന് പറയുന്ന ആ പേരിലൂടെ തന്നെ അറിയപ്പെടുന്ന മകനാണെങ്കിൽ പോലും വിലയിരുത്താൻ അങ്ങനെയാണ് കുറെ കൂടി ഇഷ്ടപ്പെടുന്നത്. ചെറുതിലാണെങ്കിലും രജനീകാന്തിന്റെ പടം തിയേറ്ററിൽ കൊണ്ട് കാണിക്കും. അന്ന് ഇവിടെ മീശമാധവനും ഭാഷ ഇറങ്ങിയ സമയത്ത് ഞാൻ പോയി കണ്ടത് മീശമാധവനും ബാബ ഇറങ്ങിയ സമയത്ത് ഞാൻ പോയി കണ്ടത് ബാബയാ. എന്നെ കൊണ്ടുപോയി കാണിച്ച ബാബയാ. ഞാൻ 10ാം ക്ലാസ്സിൽ ഒരു ദിവസം സ്കൂളിൽ പോയില്ല. കാരണം എന്താ അറിയാമോ? ശിവാജിയുടെ ഫസ്റ്റ് ഡേ റിലീസ്. ഞാനും അച്ഛനും ഇരിക്കുകയാണ് ടി വിയുടെ ഫ്രണ്ടിൽ രജനീകാന്തിനെ കാണാനായിട്ട്. ഫസ്റ്റ് ടൈം ഞാൻ ടി വിയിൽ പുള്ളി അങ്ങനെയാ കാണുന്നത്. നോക്കിയപ്പോ ഒരു വയസ്സായ ഒരു മനുഷ്യൻ കയറി പോകുന്നത്. ആരടാ ഇത്? അയാളെ തന്നെ റിവൈൻഡ് ചെയ്തോണ്ടിരിക്കണം. അച്ഛാ രജനീകാന്ത്, നമ്മളെ വിഗിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. നോക്കിയപ്പോ മുടിയൊന്നും ഇല്ല, സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യൻ. എനിക്ക് സ്കൂളിൽ പോയാലും കുഴപ്പമില്ല രജനീകാന്തിന്റെ റിലീസിന്. എന്നെ ഒന്നും പറയൂല. നമ്മളിരുന്ന് കാണും,
പോവും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ശിവാജിക്ക്, എന്തിരൻ, പേട്ട, ദർബാറൊക്കെ പടം ഫ്ലോപ്പ് ആണെങ്കിൽ എന്റെ അച്ഛൻ എത്ര വട്ടം ഇരുന്ന് കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? രജനീകാന്തിനെ പോലീസ് വേഷത്തില് മറ്റേ ഇത് അത്ര തീവ്ര രസികനാണ്, കൊടൂര രസികനാണ്. അതന്നെയാണ് ശരിക്കും പ്രീവെന്റിൽ പറഞ്ഞതും അതുകൊണ്ട് തന്നെ അല്ലേ, തലവർ ഫാൻ ആണ് എന്നുള്ള വന്നത്. ശരിക്കും ഇവിടെ കിട്ടിയത് ജീന ജനറ്റിക് ബ്ലഡിലുണ്ടടാ അത് കൂടെ ഉണ്ടെന്ന് പറയുന്നത് അത് അല്ലേ, അത് ഭയങ്കരമായിട്ട് കിട്ടുന്നൊരു മോട്ടിവേഷൻ. അതെ എടാ, ചില ആൾക്കാർക്ക് ഇതൊക്കെ ഒരാളെ കാണുമ്പോ ഇങ്ങനെയൊക്കെ തോന്നുന്നു. എനിക്ക് തോന്നും എനിക്ക്, അതായത് എനിക്ക് ഞാൻ ഡൗൺ ആയിരുന്നപ്പോ എനിക്ക് ചാർജ് ആയത് രജനീകാന്തിന്റെ സ്പീച്ചാ, രജനീകാന്തിന്റെ ഇന്റർവ്യൂസാ എനിക്ക് ഭയങ്കരമായിട്ട് ചാർജ് ചെയ്ത്. ഇതുപോലത്തെ ഒരു സ്പീച്ച് വരും. ഇപ്പൊ നമ്മളിപ്പോ പൊതുവെ മറ്റുള്ള അവന് ഹിറ്റ് കിട്ടി, ഓ സൂപ്പർ കേട്ടാ, നമുക്ക് എല്ലാവരുടെ ജീവിതത്തിലും എല്ലാരും കയറി പോകുന്നു, നമ്മൾ മാത്രം എത്തുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനത്തെ പോയിന്റിൽ ഇപ്പൊ ഞാൻ ധനുഷിന്റെ സ്പീച്ച് കാണുന്നു, ധനുഷ് പറയുന്നുണ്ട് മറ്റുള്ള ഓടണോ നീ നോക്കല്ലേ, നീ ഓടണുണ്ടോ, നീ റൺ ആവുന്നുണ്ടോ, നീ ഒരിതുണ്ടോ, നീ അത് മാത്രം നോക്ക്. അതൊക്കെ ഇതിലൊക്കെ ഞാൻ ഇൻഫ്ലുവൻസ് ആവും. ഇതൊക്കെ കിട്ടുമ്പോ എനിക്ക് സ്വാഭാവികമായിട്ട് ശരിയാണ്, ഞാൻ എന്തിനാണ് നോക്കുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഈ സ്ഥാനത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഈ സ്ഥാനത്തിന് ഞാൻ ബഹുമാനിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് തേങ്ങയാണ് ചെയ്യുന്നത്? ഇതുപോലത്തെ ഒരു ലൈഫ് ഞാൻ ഇനി എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ആസ്വദിച്ചില്ലെങ്കിൽ ഞാനത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പരിപാടി അല്ലല്ലോടാ. ഇപ്പൊ വെങ്കി തന്നെ പറഞ്ഞു, മറ്റുള്ളവരുടെ സ്പീച്ച് നമ്മൾ കണ്ട് അല്ലെ ഭയങ്കരമായിട്ട് നമുക്കത് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെന്നുള്ളത്. വെങ്കി ഒന്ന് ആലോചിക്കുക, വെങ്കിയുടെ സ്പീച്ച് എത്ര പേര് സിനിമ കണ്ടിട്ടുണ്ടാവും, എത്ര പേര് വെങ്കി പറയുന്ന പോലെ അതുപോലൊരു പ്രീ ഇവന്റിൽ നിന്ന് അതുപോലെ എനിക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വിജയ് ദേവരോട് മണ്ടിരിക്കുന്ന പോലെ ഇത്രയും വലിയ സദസ്സിന് മുമ്പിൽ നിന്ന് കിടന്ന് മാസം കാണിക്കാൻ പറ്റെങ്കിൽ എത്ര പേര് വെങ്കിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. സത്യം അത് വൻ അച്ചീവ്മെന്റ്, ഭയങ്കരമാണ്. അതെല്ലാം ദൈവത്തിനാണ്. ആ കംപ്ലീറ്റ് നന്ദി വീട്ടുകാർക്കും എല്ലാം. കാരണം ഇപ്പൊ ഞാൻ കാണുന്ന പോലെ എന്റേതാ കണ്ട് ആർക്കെങ്കിലും ഒക്കെ ഒരു ഇൻസ്പിറേഷൻ തോന്നുമോ? ഓക്കെ എടാ, അതായത് എടാ സത്യം സ്പീച്ച് കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്താ അറിയുമോ? എടാ യു ഷുഡ് വിൻ, നിങ്ങൾ ജയിക്കണം. എനിക്ക് ഞാൻ മറ്റേ ജേഴ്സി മൊമെന്റ് ആയിരുന്നു. പിന്നെ എനിക്ക് ഓവർ പേടി എന്ന് പറഞ്ഞാൽ പടത്തിൽ എന്റെ ക്യാരക്ടർ വർക്ക് ആവണം. അതും എടാ എനിക്ക് ക്ലാപ്പ് അടിക്കുന്നു, എന്നെ അറിഞ്ഞൂടാത്ത പേര് എന്നെ ക്ലാപ്പ് അടിക്കുന്നു ആ പ്രീ റിലീസ് ഇവന്റ് കഴിഞ്ഞിട്ട്. അപ്പം ഒരു കോമൺ മാൻ ജയിക്കണമെന്ന് എന്നെക്കാളും അവരാഗ്രഹിക്കുന്നു, അവര് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന കംപ്ലീറ്റ് എന്റെ ബ്ലെസ്സിംഗ്. അതെ, അതിൽ ഏറ്റവും വലിയ എടുത്ത കാര്യം വെച്ചാൽ ഒരു പക്ഷേ ഇവിടെ വെങ്കിയുടെ ഇങ്ങനെ സ്പീച്ച് ഭയങ്കര വൈറലായി ഇവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു പക്ഷേ ഇങ്ങനത്തെ വീഡിയോ കണ്ടാൽ നമ്മൾ മുമ്പും വൈറൽ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചിലപ്പോൾ കമന്റ്സിൽ കൂടുതൽ ഉണ്ടാവുക മലയാളികളുടെ കമന്റ് ആയിരിക്കും അല്ലെ, കൂടുതൽ ലൈക്ക് വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഭയങ്കര കാര്യത്തിൽ അങ്ങനെയല്ല, തെലുങ്ക് ഓഡിയൻസും തമിഴും മൊത്തത്തിൽ ആ രീതിയിലേക്ക് അത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാണ് അല്ലെ. എടാ എന്നെ അജുചേട്ടൻ വിളിച്ചിരുന്നു, അജു വർഗീസ്. അജുചേട്ടൻ വിളിച്ചിട്ട് എടാ അടിപൊളിയായിരുന്നടാ, ഇതൊരു ഐക്കോണിക് സ്പീച്ച് ആയിട്ട് നിൽക്കൂടാ, ഇത് കാരണം നിനക്ക് പല ഓഫേഴ്സും വരും, പല കാര്യങ്ങളും വരും. വിനീതേട്ടൻ സ്റ്റോറി ഇട്ടു. അപ്പൊ ഇതൊക്കെ എനിക്ക് വിനീതേട്ടൻ സ്റ്റോറി ഇട്ട ജോമോൻ ചേട്ടൻ പറഞ്ഞിട്ടാ. ജോമോൻ ചേട്ടൻ എന്നെ പറ്റി പറഞ്ഞിട്ടാ. ജോമോൻ ചേട്ടനൊക്കെ തങ്കം. അത്ര എനിക്ക് അദ്ദേഹത്തിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. ഒരു ചേട്ടനെ പോലെയാണ് എനിക്ക്. പുള്ളി പടത്തിലാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സീനില്, എടാ ഉച്ചിരി പൊടിക്ക് ഒരു സ്റ്റെപ്പ് എടുത്തതില്ല, തിയേറ്റർ മൊത്തം ഞാൻ നിന്നെ നിറച്ചു തരാം. ഇതൊക്കെ കിട്ടിയ ഫുൾ നമുക്ക് ഇങ്ങനത്തെ എനിക്ക് ലൈഫ് ലോങ് ആലോചിക്കാൻ പറ്റുന്ന കാര്യമാണിത്. അതായത് ഒരു ക്യാമറയുടെ മുമ്പേ നിൽക്കുമ്പോ പോലും എനിക്ക് ലൈഫ് ലോങ്, ഇപ്പൊ ക്ലോസ് വെക്കുമ്പം എനിക്ക് പണ്ട് കിട്ടിയ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് ഒരിടയ്ക്ക് പോയി. ക്ലോസ് ഒക്കെ വരുമ്പോ എനിക്ക് പേടിയാവും. ഇപ്പൊ എനിക്ക് ക്ലോസ് വെക്കുമ്പോ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് ജോമോൻ ചേട്ടന്റെ ഒക്കെ എനിക്ക് കിട്ടിയ ക്ലോസ് വെക്കില്ലെങ്കിലും അതെ അതെ, അത്രയും ഒരു കുറച്ചും കൂടെ ഞാൻ ഇപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ടെൻഷന്റെ മേളില് ഉറപ്പായിട്ടും ഫ്യൂച്ചർ എന്താണ്, ഫ്യൂച്ചർ പരിപാടികൾ ഡിപ്പെൻഡ് ആയിരിക്കും, അങ്ങനത്തെ കുറെ ചിന്തകൾ ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ ഈ മൊമെന്റില് ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് വരുന്നു, ഉറപ്പായിട്ടും ഒരു നല്ല പരിപാടി എനിക്ക് വരും, ഞാനത് ചെയ്യും, എനിക്കിഷ്ടമുള്ള ഒരു അടിപൊളി പരിപാടി ചെയ്യും എന്നുള്ളൊരു ആശ്വാസവും ഒരു കോൺഫിഡൻസിലുമാണ് ഞാൻ നിൽക്കുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിക്കും. നമ്മൾ ഈ സിനിമ സ്വപ്നം കാണുമ്പോൾ പലരും പറയുന്ന ഫണ്ണായിട്ട് കാരവാനിലായിരിക്കും അല്ലെ, കാരവാനിലേക്ക് രസത്തിൽ പറയും അല്ലെ. പക്ഷെ അതിൽ തന്നെ പറയുന്ന കാര്യം എനിക്ക് ഫസ്റ്റ് അല്ലെ കാരവാൻ ഡോർ കിട്ടിയത് എവിടെയാന്നുള്ളത്. ഇതിനപ്പുറത്തേക്ക് ഒരു ഫാന്റസി അല്ലെങ്കിൽ കുറെയൊക്കെ ഡ്രീം ചെയ്യുന്നതിനേക്കാൾ ഉപരി സിനിമ, നല്ല സിനിമകളിൽ നല്ല വേഷങ്ങൾ കിട്ടുക തന്നെയാണ് നമ്മുടെ ചിന്ത. അത്രേ ഉള്ളൂ. എന്നാൽ പോലും ആ ഒരു ഡിഫറൻറ്റ് എന്താ ശരിക്കും ഫീൽ? ഇത് ബോണസ് ആടാ, ഇത് കിട്ടിയ ബോണസ്. ഇതിന് മുന്നേ ഇപ്പൊ ഞാൻ ചെയ്യുമ്പോൾ കാരവാനിൽ പോവും, മേക്കപ്പ് ചെയ്യും, തിരിച്ച് പുറത്തിറങ്ങും, നമ്മൾ അവിടെ എവിടെയെങ്കിലും ഒക്കെ കറങ്ങിയിരിക്കും.
അപ്പം ഇവിടത്തെ സെറ്റില് ഞാൻ പോയപ്പോഴത്തേക്കും പേര് വെങ്കടേഷ് ഗാരു. ഓ സ്ലിപ്പൊക്കെ വെച്ച് സ്ലിപ്പൊക്കെ വെച്ചിട്ട് അകത്തൊക്കെ കയറിയപ്പോഴത്തേക്കും നമ്മള് കണ്ടിട്ടുള്ള സാധനമാണ് ഇത്, നമ്മൾ അകത്ത് കേറിയിട്ടുള്ള സാധന, പക്ഷെ നമ്മുടെ സാധനമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഇത് ഞാൻ ഇങ്ങനെ ഇരുന്ന് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് ഇത് എന്റേതാ, ഇത് എനിക്ക് തുറന്നു കിട്ടി, ഇത് ബോണസാ. ഇതില് നമ്മൾ മറ്റേ അതിശയോക്തി കാണിച്ചു ഞാനിപ്പം അതല്ല, ഇത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സാധനം. ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ അതിൽ ഭയങ്കര പണ്ട് ഇപ്പൊ ഞാൻ ഒരു പോസ്റ്റർ, എന്റെ ഒരു പോസ്റ്റർ വരുമ്പം ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും, അതിന്റെ ഫോട്ടോ എടുക്കും. പിന്നെ ഒരു ഫ്ലെക്സ് വരുമ്പം ഞാൻ നോക്കി നിൽക്കും. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തു. കാരവൻ സാധനം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പം ഇനി അടുത്തതിൽ പോകുമ്പോഴും സിനിമാറ്റിക് മൊമെന്റ് തന്നെയാണ്. അതെ, ലൈഫിലെ പ്രോപ്പർ സിനിമാറ്റിക് മൊമെന്റ് ആണ്. എവിടെ നമുക്ക് ഏത് മൊമെന്റിൽ നമുക്ക് കാരവാൻ ഇല്ല നിന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു കാരവാനും നമുക്കൊരു അസിസ്റ്റന്റും, അവര് നമ്മളെ ഇങ്ങനെ ഒരു അസിസ്റ്റന്റിനെ വെക്കണം സാറേ, അതാണ് പണ്ട് അസിസ്റ്റന്റ് ഒക്കെ ഉണ്ട്. അയാൾക്കും എന്റെ പേരാ വെങ്കടേഷ് അണ്ണൻ എന്നാണ്. അപ്പം അതും ഒക്കെ വരുമ്പോ ഇതൊക്കെ കിട്ടുന്ന ഒരു ബോണസാ. ഇതില് ഞാൻ മറ്റേ മതിമറന്ന് നിൽക്കുന്നില്ല, പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ടൊരു ഹൈയും ഓക്കേടാ ഇനിയിപ്പോ ഒരു 10 സ്ഥലത്ത് ഞാൻ പോയി ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇതിൽ യൂസ്ഡ് ആവുമായിരിക്കും. പക്ഷെ സ്റ്റിൽ ഞാൻ ഈ മൊമെന്റ് എല്ലാം എന്റെ ലൈഫിൽ ചെറിഷ് ചെയ്യുന്ന മൊമെന്റ്സ് ആണ്. ആ അത്യാഗ്രഹമോ അല്ലെങ്കിൽ അഹങ്കാരം കാണിക്കുന്ന മൊമെന്റ് അല്ല, എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്യുന്ന മൊമെന്റ്. ശരിക്കും ഈ മിററിന് മുമ്പിലൊക്കെ എന്നിട്ട് പറയാനുണ്ടോ, എടാ വെങ്കി നീ സ്റ്റാറാണ്, ഐ മീൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ? ഇത് റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ടാവല്ലോ, ഇല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെയല്ല, ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു, ഇതാണ് എന്റെ കാരവാൻ, മനസ്സിലായി കാണുന്നല്ലേ ഞാൻ ഇവിടെ അങ്ങനത്തെ പരിപാടി അപ്പം വീട്ടുകാരൊക്കെ അമ്മ പൊതുവെ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ അപ്പം ദൈവത്തിനെ കാണിക്കും. അപ്പൊ അങ്ങനെയാ. അപ്പം കൂട്ടുകാരന്മാരെയൊക്കെ വിളിച്ചിട്ട് അളിയ എവിടെ കാരവാനില്, കാരവാനൊക്കെ ഉണ്ട്, പിന്നെ എന്ത് ഇല്ലാത്ത എന്നുള്ള അങ്ങനത്തെ ഒരു സന്തോഷം, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ശരിക്കും പലപ്പോഴും ഇപ്പോ അന്യഭാഷ ചിത്രങ്ങൾ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ അവര് വേഷം തന്നു, പക്ഷെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതേ ഇതിൽ തന്നെയാണ്, ഭാഷയിൽ തന്നെയാണ് പോയിട്ട് ഇത്രത്തോളം അല്ലെ. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമയുടെ വേഷത്തേക്കാൾ അപ്പുറത്തേക്ക് ഒരു പ്രീവെന്റിലെ സ്പീച്ച് കൊണ്ട് കൂടിയിട്ട് അതൊരു വെങ്കിക്ക് മുമ്പും ശേഷം എന്ന് വേണമെങ്കിൽ പറയും. അതൊരു ബെഞ്ച് മാർക്കായിട്ട് അങ്ങനെ എടുക്കും അല്ലെ. അതൊരു മുമ്പ് അത്രത്തോളം സ്വീകാര്യത കിട്ടിയ ഒരാളുണ്ടെന്ന് തോന്നുന്നില്ല. അവിടെയാണ് എടുക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു സ്വീകാര്യതയൊന്നും ഒരിക്കലും എനിക്ക് കിട്ടിയിട്ടില്ലടാ. പക്ഷെ ഈ പടത്തിന്റെ ട്രെയിലർ തൊട്ട് എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു പടം, ഞാൻ ഇതുവരെ അഭിനയിച്ച പടത്തിൽ നിന്ന് എനിക്ക് ഇതുപോലെ ഒരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല. ഒരു ട്രെയിലറിൽ ഓരോ ആൾക്കാർ ട്വീറ്റ് ചെയ്യുന്നു, ഇവൻ ആരാ, ഇവന് വേണ്ടി പടം കാണണം എന്നൊക്കെ പറഞ്ഞൊരു ഡയറക്ടർ, രശ്മിക മന്ദാനയുടെ ഡയറക്ടർ, ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ പുള്ളി എന്റെ ഇട്ടിട്ട് ഇവൻ ആരാണ്, ഇവന് വേണ്ടി പടം കാണണം എന്നൊക്കെ. അപ്പം ഇതെനിക്ക് ഓരോരുത്തർ അയച്ചു തരുന്നു. അപ്പം ഇതൊക്കെ ഓക്കെ പടത്തിനെ പറ്റി എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഇതെല്ലാം ആൾക്കാരുടെ റെസ്പോൺസ് ഭയങ്കരമാ. പ്രീ റിലീസും കൂടെ കഴിഞ്ഞിട്ട് പടവും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അൾട്ടിമേറ്റ്ലി ഞാൻ അവിടെ നിന്നാ പടം കണ്ടത്. ഇവിടെ നമ്മള് മറ്റേ പ്രോപ്പർ ഒരു സെലിബ്രേഷൻ പടം നമ്മൾ കാണൂലേ, ലൈക്ക് ചോട്ടാ മുംബൈ, അല്ലെങ്കിൽ പണ്ട് നമ്മള് മറ്റേ എറിഞ്ഞ് മറ്റേ നിലവിളിച്ച് ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്യാ, ലൈറ്റ് ഇടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ബഹളം ഉണ്ടല്ലോ, അതിലാണ് ഞാൻ കണ്ടത്. കിട്ടില്ല എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ഞാൻ ഇങ്ങനെ എന്റെ ഞാനിങ്ങനെ തിയേറ്ററിൽ, വലിയ തിയേറ്ററാ, ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ആൾക്കാർ കൈയടിക്കുന്നു, ഇതൊക്കെ എനിക്ക് പ്രോപ്പർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അവിടെ ഒരു ഉദയഭാനു ആയിരുന്നു ബേസിക്കലി. സലീം കുമാറും ആയിരുന്നു ഉദയഭാനു. ഇത് മറ്റേ വർഷങ്ങൾക്ക് ശേഷം ദീംപോളി മറ്റേ അപ്പൊ അങ്ങനത്തെ ഒരു റെസ്പോൺസും പരിപാടിയൊക്കെ ആയിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കുറെ കോൾസ് വരിക, മെസ്സേജ് വരിക. അപ്പം ഒരു പടം നല്ലതാവുന്നു അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ നല്ലതാകുമ്പോൾ അവർക്ക് എങ്ങനെയാണ് അവർക്ക് ഈ റെസ്പോൺസ് കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഭയങ്കര കൗതുക ഓരോ പടം ഹിറ്റ് ആകുമ്പോ. അപ്പൊ ഇവന്മാരിപ്പം ഈ രാത്രി എങ്ങനെയായിരിക്കും ഇവരത്, തലേ ദിവസം എന്തായിരിക്കും ഇവരുടെ അവസ്ഥ? ഇല്ല. കാരണം USA-ല് 3 മണിക്ക് എന്തോ പ്രീമിയർ കഴിയും. അപ്പൊ ട്വിറ്ററിലാണല്ലോ, ഞാൻ ട്വിറ്റർ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് റിവ്യൂ അറിയണമല്ലോ. അങ്ങനെ കഴിഞ്ഞിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോ ഒന്ന് കിടന്നിട്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റു ഞാൻ ഫസ്റ്റ് ഷോ പോവാനായിട്ട്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഫീലിങ്സാ. ടെൻഷൻ ഉണ്ട്, പക്ഷെ ആ ടെൻഷൻ സൂപ്പർ ടെൻഷനാ.
മറ്റേ സുഖമുള്ള പെയിൻ സുഖമുള്ള ടെൻഷനാ. ആ. അപ്പം അത് കഴിഞ്ഞു ഇപ്പം റെസ്പോൺസ് ഇപ്പൊ കോള് വരുന്നു, എടാ നിന്റെ പരിപാടി കൊള്ളാം, നിന്റെ പരിപാടി കൊള്ളാം എന്നൊക്കെ പറയുമ്പോ എനിക്ക് ആദ്യമായിട്ടാ. ഇതിനു മുന്നേ ചെയ്ത പടങ്ങളിൽ ലക്കിലി എനിക്ക് ക്രിറ്റിസിസം ആണ് ഉണ്ടായിട്ടുള്ളത്. Okay, അതിൽ നിന്നാണ് എനിക്ക് കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം, നന്നാക്കണം എന്നുള്ള സാധനം വന്നത്. അപ്പം ആൾക്കാർ കണ്ടിടാ കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം, ബെറ്റർ ആയിട്ടുണ്ട്, ഫാർ ബെറ്റർ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാടാ. ഇനിയിപ്പം അടുത്ത പടത്തിൽ ഇനിയിപ്പം ഞാൻ വേറൊരു ജോണർ ചെയ്യുന്നത്, അത് എങ്ങനെ വരുന്നത് എനിക്ക് അറിയില്ല. ഞാൻ എന്റെ ഏറ്റവും ഫുൾ എഫേർട്ട് ഇട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. അതും ആൾക്കാർ നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു ജോണർ ഞാൻ ട്രൈ ഔട്ട് ചെയ്തു. എനിക്ക് അങ്ങനെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്.